ഒരു വലിയ കോടീശ്വരനായ വക്കീലായി ജോലി ചെയ്യുന്ന അബ്ബാസിനെ പ്രണയിച്ച് വിവാഹം ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബ്ബാസിന് തന്റെ ഭാര്യയെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യായിരുന്നു. ടൈലറിംഗിൽ ഭാനുവിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അബ്ബാസ് അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ടൈലറിംഗ് മെഷീൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഭാനു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അബ്ബാസിന്റെ വീട്ടിലെ ബാക്കിലായിട്ട് അവൾക്ക് ഒരു റോസ് ഗാർഡൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം തോന്നാണ്. അതുകൊണ്ട് തന്നെ വെള്ളം തോട്ടത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അയൽവക്കക്കാരനോട് ആ ഒരു സ്ലേവ് പൊളിച്ചു കളയണമെന്ന് ഭാനു ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അയൽവക്കക്കാരനും ഭാനുവും തമ്മിൽ ചെറുതായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ അയാള് ഇത്രയും നീ പറയാനായിട്ട് ഈ സ്ഥലം നിന്റെ പേരിലല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാനുവിന് ഉത്തരം മുട്ടുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞ അബ്ബാസ് പിറ്റേ ദിവസം തന്നെ ആ ഒരു സ്ഥലം മുഴുവൻ തന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. ഇത്രയും നല്ല ഒരു ഭർത്താവിനെ കിട്ടി അവള് വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീട്ടിലെ രാജകുമാരിയെ പോലെയാണ് അബ്ബാസ് ഭാനുവിനെ നോക്കുന്നത്. 1.5 വർഷത്തിന് ശേഷം അവൾക്ക് ആദ്യ കുട്ടി ജനിക്കുന്നുണ്ട്. ഇത്ര നാളും ഭയങ്കര റൊമാൻറ്റിക് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരാനായിട്ട് തുടങ്ങാണ്. ഇതിനുശേഷം രണ്ടാമത്തെ കുട്ടിയും ജനിക്കുന്നുണ്ട്. പക്ഷെ ഭാനു ഇപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഉള്ളത്. പെട്ടെന്ന് ഒരു ദിവസം അബ്ബാസ് വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താന്ന് തിരക്കുമ്പോ അവനൊരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്നും 3 ആഴ്ച കഴിഞ്ഞ് ഇനി തിരിച്ചു വരൂ എന്നും ഭാനുവിനോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭാനു 3ാമത് ഗർഭിണിയായിരുന്നു. അവൾക്ക് തന്റെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. അവൾ അവനോട് സംസാരിക്കാൻ വേണ്ടി കോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. 3 ആഴ്ചക്ക് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞ അബ്ബാസ് 3 മാസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അവൻ കൊണ്ടുപോയ ലഗേജിനെക്കാളും ഒരുപാട് ലഗേജ് അവൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം എന്താണെന്ന് ഭാനു ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത് അവൻ 2ാമതൊരു വിവാഹം കഴിച്ചു എന്ന്. അതെ, അബ്ബാസ് വന്ന ആ ഒരു കാറിൽ ഇപ്പോ മണവാട്ടിയുടെ വേഷം ധരിച്ച് വേറെ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു, അവന്റെ 2ാമത്തെ ഭാര്യ. ഇതറിഞ്ഞ ഭാനുവും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് അവനെ ചീത്ത പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അബ്ബാസ് ഭാനുവിന്റെ അടുത്ത് പോയതിനു ശേഷം നീയാണ് എന്റെ ആദ്യ ഭാര്യ എന്നും നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ച് വിവാഹം ചെയ്തിട്ടുള്ളൂ, നിനക്കാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ അവകാശം, അവളുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നതാണ്, അല്ലാതെ ഞാൻ താല്പര്യത്തോടുകൂടി കല്യാണം കഴിച്ചതല്ല എന്ന് പറഞ്ഞ് ഭാനുവിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2ാമത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ അവരുടെ വീടിന്റെ ബാക്കിലായിട്ടുള്ള ഗസ്റ്റ് റൂമിലാണ് താമസിപ്പിക്കുന്നത്. പിറ്റേ ദിവസം സൈറ ഭാനുവിന്റെ അടുത്ത് ചെന്നിട്ട് അവൾക്ക് അവളുടെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നും മാർക്കറ്റിലേക്ക് കൂടെ വരുമോ എന്നും ചോദിക്കുന്നുണ്ട്. ഭാനു ഇപ്പൊ സൈറയുടെ കൂടെ സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. സൈറ ആദ്യം തന്നെ അവളുടെ റൂമിലേക്ക് പില്ലോ കവർ വാങ്ങാനായിട്ട് നിൽക്കുമ്പോ സാറ്റിന്റെ കവർ മതി എന്ന് സൈറ പറയാണ്. എന്നാൽ ഭാനു ആ ഒരു നിമിഷം തന്നെ സാറ്റിൻ വേണ്ട കോട്ടൺ മതി എന്ന് പറഞ്ഞ് തിരുത്തുന്നുണ്ട്. ആക്ച്വലി അബ്ബാസിന് കോട്ടൺ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് അറിഞ്ഞുകൊണ്ടാണ് ഭാനു അങ്ങനെ ചെയ്തത്. ആദ്യത്തെ വട്ടം സൈറ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അവര് അത്തർ വാങ്ങാനായിട്ട് കേറുമ്പോ ചന്ദനത്തിന്റെ അത്തർ മതി എന്ന് ഭാനു പറയുന്നുണ്ട്. ഇതിൽ ദേഷ്യം തോന്നിയ സൈറ ഭാനുവിനോട് അബ്ബാസിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് നീ സെലക്ട് ചെയ്യുന്നത്, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കിതെല്ലാം അറിയില്ല എന്നാണോ നീ വിചാരിക്കുന്നത്, ഞാനും അബ്ബാസും തമ്മിൽ സ്നേഹിച്ചു തന്നെയാണ് കല്യാണം കഴിച്ചത്, അല്ലാതെ നിന്റെ ഭർത്താവ് പറഞ്ഞ പോലെ ദയ തോന്നിയിട്ടൊന്നല്ല എന്നെ കല്യാണം കഴിച്ചത്, അബ്ബാസിന് എന്തൊക്കെ ഇഷ്ടമാണ് എന്തൊക്കെ ഇഷ്ടമല്ലാന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം, പിന്നെ നിനക്കൊരു കാര്യം അറിയോ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലായിരുന്നു, എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട ഭാനു ആകെ ഷോക്ക് ആവാണ് ചെയ്തത്. അവൾ വീട്ടിലേക്ക് ചെന്ന് തന്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അബ്ബാസ് ആ സമയം ഭാനുവിനോട് ദേഷ്യപ്പെട്ട് ഇപ്പൊ നീ എല്ലാം അറിഞ്ഞില്ലേ, പിന്നെ എന്തിനാ വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്റെ സമാധാനം കളയാതെ ഒന്ന് പോന്നും പറഞ്ഞ് ഭാനുവിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് സൈറയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഭാനു ഇപ്പൊ സൈറയുടെ റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുമ്പോ അകത്ത് അവര് രണ്ടുപേരും സന്തോഷത്തോടുകൂടി ചിരിച്ചു കളിച്ച് വർത്താനം പറയുന്നത് കേട്ട ഭാനു അവിടെ നിന്ന് കരഞ്ഞ് ഭയങ്കര സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ പോകെ അബ്ബാസ് ഭാനുവിനെ വല്ലാതെ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഏത് സമയവും അവനിപ്പോ സൈറയുടെ കൂടെയാണ് നടക്കുന്നത്. അവന്റെ കുട്ടികളെ പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സൈറയും പ്രഗ്നന്റ് ആവുന്നുണ്ട്. അബ്ബാസ് ഇപ്പോ പൊന്നുപോലെയാണ് സൈറയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭാനുവിന്റെയും അബ്ബാസിന്റെയും ആ ആനിവേഴ്സറിയുടെ ദിവസം ആവാണ്. അവരെല്ലാ ആനിവേഴ്സറി ദിവസങ്ങളിലെല്ലാം സിനിമക്ക് പോകാറുണ്ടായിരുന്നു. അതും മനസ്സിൽ വിചാരിച്ച് ഭാനു അബ്ബാസിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി അവന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ എന്തോ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാനു അവന്റെ അടുത്ത് ചെന്നിട്ട് വായോ നമുക്ക് സിനിമക്ക് പോവാ, ഇന്ന് നമ്മളുടെ ആനിവേഴ്സറി ആണെന്നെല്ലാം പറയുന്നുണ്ട്. അബ്ബാസ് പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭാനുവിനെ ചീത്ത പറഞ്ഞ് നാണം കെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അതിൽ ഭയങ്കര അപമാനിതയായ ഭാനു ഇനി മുതൽ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിശ്ചയിച്ച് അവളുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഭാനു വിചാരിച്ചിരുന്നത് അവൾ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അബ്ബാസ് അവളെ വിളിക്കാനായിട്ട് വരുമെന്നായിരുന്നു. ഭാനുവിനെ കുറെ ചീത്ത പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അബ്ബാസ് അവളൊന്ന് സമാധാനിപ്പിക്കാനായി ഒരു ബൊക്കെയെല്ലാം വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ സൈർ അബ്ബാസിനോട് ഭാനു അവളുടെ വീട്ടിലേക്ക് പോയിന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ എന്നും ചോദിക്കാണ്. ഇതുകൊണ്ട് തന്നെ അബ്ബാസിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഭാനു പോയതിൽ അവന് ഒരു സങ്കടം കാണിച്ചില്ല എന്ന് മാത്രമല്ല ഭാനുവിനെ വിളിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോക പോലും ചെയ്തു.
ചെയ്തില്ല. ഭാനു അവനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. എന്നാൽ കുട്ടികൾക്കുള്ള മെയിന്റനൻസ് ചാർജ് ആയി ഒരു 3-4 മാസം അബ്ബാസ് 400 രൂപ അയക്കുന്നുണ്ട്. അതിനുശേഷം അതും ഇല്ലാതാകുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ നോക്കാനായിട്ട് ഒരു നിവൃത്തിയും ഭാനുവിൽ ഇല്ലാതെയാവാണ്. അവളെ വാപ്പയെ കൂട്ടിക്കൊണ്ട് അബ്ബാസിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സെറക്ക് ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. ഭാനു അബ്ബാസും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് അവര് രണ്ടുപേരും വീണ്ടും തല്ലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാനുവിന്റെ വാപ്പ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്തിനും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വാപ്പയും മകളും കൂടി അബ്ബാസിന്റെ പേരിൽ അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കോടതിയിൽ തന്നെ കേസ് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അബ്ബാസിന് വലിയൊരു നാണക്കേടാവാണ്. ആ ഒരു ദേഷ്യത്തിൽ കോടതി വെച്ച് അബ്ബാസ് ഈ ഒരു മെയിന്റനൻസ് ചാർജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ജഡ്ജും ഈ ഒരു കേസൊന്നും സീരിയസ് ആയി എടുക്കാൻ പറ്റില്ല എന്നും, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് സംസാരിച്ച് തീർക്ക്, കോടതിയുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കല്ലെന്നും പറഞ്ഞ് ഭാനുവിന്റെ ഈ കേസ് തള്ളിക്കളയുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന അബ്ബാസിനോട് സെഹ്റ, മെയിന്റനൻസ് ചാർജ് ആയി 400 രൂപ അല്ലേ, നിങ്ങളുടെ മക്കൾക്കല്ലേ, അതങ്ങ് കൊടുത്തേക്കെന്ന് പറയാണ്. എന്നാൽ അവനത് കേട്ട ഭാവം പോലും വെക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അബ്ബാസ് ഭാനുവിനെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കുന്നുണ്ട്. അവൾ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് കരുതി അബ്ബാസിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് കോടതിയിൽ വന്ന് നീ എന്നെ നാണം കെടുത്തിയെന്നും കല്യാണ സമയത്ത് നിന്റെ വാപ്പ തന്ന 2000 രൂപ ഈ ടാബ്ലിൽ ഉണ്ടെന്നും പറഞ്ഞ് അവൻ ആ ഒരു 2000 രൂപ ടാബ്ലിൽ വെച്ച് അവളെ 3 പ്രാവശ്യം തലാക്ക് ചൊല്ലുന്നുണ്ട്. മുസ്ലിംസ് കമ്മ്യൂണിറ്റി പ്രകാരം 3 പ്രാവശ്യം തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ്. ഇത് ഭാനു ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഭാനുവിന് തന്റെ കുട്ടികളെ നോക്കാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാവുന്ന തയ്യല് ചെയ്ത് അവള് കിട്ടുന്ന തുച്ഛം വരുമാനം കൊണ്ട് കുട്ടികളെ നോക്കുന്നുണ്ട്. ഒരു ദിവസം ഭാനുവിന്റെ കേസ് ആദ്യം വാദിച്ചിരുന്ന ആ ഒരു വക്കീൽ അവളെ കാണാനായി അവളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സെക്ഷൻ 125 പ്രകാരം നമുക്ക് കേസ് ഒന്നും കൂടി കൊടുക്കാമെന്നും നിനക്ക് മെയിന്റനൻസ് ചാർജ് കിട്ടുമെന്നും 3 പ്രാവശ്യം ഒറ്റ ശ്വാസത്തിൽ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പ്രകാരം തലാക്ക് ആവില്ല, അതുകൊണ്ട് അത് പറഞ്ഞ് നമുക്ക് വാദിക്കാമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് അവര് കേസ് രജിസ്റ്റർ ചെയ്യാണ്. അങ്ങനെ കോടതിയിൽ കേസ് വരുന്നുണ്ട്. അബ്ബാസ് പക്ഷെ പറയാണ്, അവളും ഞാനും തമ്മിൽ ഇപ്പൊ യാതൊരുവിധ ബന്ധവും ഇല്ല, ഞാൻ അവളെ 3 വട്ടം തലാക്ക് ചൊല്ലി, അതുകൊണ്ട് എനിക്ക് മെയിന്റനൻസ് ചാർജ് അവൾക്ക് കൊടുക്കേണ്ട കാര്യവും ഇല്ലാന്ന്. എന്നാ ഭാനു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാൾ 3 വട്ടം ഒറ്റ ശ്വാസത്തിലാണ് തലാക്ക് ചൊല്ലിയത്, അത് തലാക്കായി കൂട്ടില്ലാന്നും, അതുകൊണ്ട് മെയിന്റനൻസ് ചാർജ് തരണ്ട ആ ഒരു ഉത്തരവാദിത്തം അയാൾക്ക് ഉണ്ടെന്നും വാദിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് തല പുകഞ്ഞ ജഡ്ജും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോയി ഇരുന്ന് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്ക്, ഇതിന് തീരുമാനം ഉണ്ടാക്കാനായിട്ടല്ല ഇവിടെ കോടതി ഇരിക്കുന്നതെന്നും പറഞ്ഞ് വീണ്ടും ആ ഒരു കേസ് തള്ളിക്കളയുന്നുണ്ട്. ആ ഒരു ജഡ്ജ് പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ, ഉസ്താക്കന്മാരും പള്ളി കമ്മിറ്റിയിലെ ആൾക്കാരും കൂടി ഇത് ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മുഴുവൻ ആണുങ്ങൾക്ക് മാത്രമാണ് വില കൊടുത്തിരുന്നത്. ഭാനു ഒരു മെയിന്റനൻസ് ചാർജ് കിട്ടാൻ വേണ്ടി ഒരു പെണ്ണ് കോടതി കയറി ഇറങ്ങി നടക്കുന്നത് കുറ്റമാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അബ്ബാസ് ചെയ്തതൊന്നും ഒരു കുറ്റവുമല്ല എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് തന്നെ താൻ ചെയ്തത് ഒരു കുറ്റമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാനു അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഭാനു ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി അവൾക്ക് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവളുടെ വാപ്പയും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പാല് കൊടുക്കാനുള്ള ആ ഒരു കഴിവ് അവൾക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലിൽ ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് അത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെയ്റ അവരുടെ പഠിപ്പുകൾ നന്നായി തന്നെ നോക്കുന്നുണ്ട്. അവരെ നിർത്തി പോരാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഭാനു പോകുമ്പോൾ കുട്ടികളെ കൂടെ കൂട്ടുന്നുണ്ട്. ഭാനു താമസിച്ചുകൊണ്ടിരുന്നിരുന്ന ആ ഒരു സ്ഥലത്ത് ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റികൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാവാണ്. അതിൽ പേടി തോന്നിയ ഭാനു തന്റെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി അബ്ബാസിന്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് കരുതാണ്. എന്നാൽ അബ്ബാസ് ഇവരെ കണ്ടതും, നിനക്ക് എന്തോരം ധൈര്യം ഉണ്ടായിട്ട് വേണം ഇവിടേക്ക് വരാൻ, ഇവിടെ ഞാൻ നിനക്ക് താമസ സൗകര്യം ഒരുക്കി തരുന്ന നീ വിചാരിക്കുന്നുണ്ടോ എന്ന് പറയാണ്. എന്നാൽ ഭാനു അവളുടെ വക്കീലിനെ കൂട്ടിക്കൊണ്ടായിരുന്നു അവിടേക്ക് വന്നിരുന്നത്. അബ്ബാസും ഭാനുവും ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് അബ്ബാസ് ബാക്കിലുള്ള ആ ഒരു ഗസ്റ്റ് ഹൗസ് ഭാനുവിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ താമസിക്കാനായിട്ടാണ് പേപ്പറും കൊണ്ട് ഭാനു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ബാസിനെ മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. ഭാനു അവളുടെ കുട്ടികളും ആ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. തന്റെ മക്കളെ സേഫ് ആക്കി എന്നുള്ള ആ ഒരു സന്തോഷം ഭാനുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ കേസ് ഇപ്പൊ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം കോടതിയുടെ വിധി വരുന്നുണ്ട്. മാസം 22 രൂപ വെച്ച് അബ്ബാസ് മെയിന്റനൻസ് ചാർജായി ഭാനുവിന് കൊടുക്കണമെന്ന് തീർപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ 22 രൂപ കൊണ്ട് 3 കുട്ടികളെ നോക്കാൻ പറ്റില്ലെന്ന് ഭാനുവിന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവള് ഹൈക്കോടതിയിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യാണ്. അവിടെയും ഭാനുവിന് പോസിറ്റീവ് ആയിട്ടുള്ള വിധി തന്നെയാണ് വരുന്നത്. മാസം 150 രൂപ അബ്ബാസ് ഭാനുവിന് മെയിന്റനൻസ് ചാർജായി കൊടുക്കണമെന്ന് വിധി വരുന്നു. ഈ ഒരു 150 രൂപ പോലും അബ്ബാസ് ഭാനുവിന് കൊടുക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. സെയ്റ അപ്പൊ ഒരു 150 രൂപയല്ലേ അങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പൈസയുടെ പ്രശ്നമല്ല, പക്ഷെ അവളുടെ മുന്നിൽ ഞാൻ തോൽക്കില്ല, ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്, ഒരു ഒറ്റ രൂപ പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല എന്ന് അബ്ബാസ് വാശി പിടിക്കുകയാണ്. സൈറക്ക് ഇപ്പൊ തന്റെ ഭർത്താവിന്റെ അടുത്താണ് കുറ്റമെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു പെണ്ണ് ഇങ്ങനെ കോടതിയിൽ കയറി ഇറങ്ങുന്നോണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് പോലും ഭാനുവിന് ഒരു സാധനങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് പട്ടിണിയാവുന്നുണ്ട്. ആ ഒരു സമയത്ത് സെയ്റയാണ് അവർക്ക് വേണ്ട പച്ചക്കറിയും സാധനങ്ങളും എല്ലാം കൊടുക്കുന്നത്. ഒരു ദിവസം ഭാനുവിന്റെ അമ്മ അബ്ബാസിന്റെ വീട്ടിലേക്ക് കോള് ചെയ്യുന്നുണ്ട്. ആ ഒരു കോള് അറ്റൻഡ് ചെയ്യുന്നത് അബ്ബാസിന്റെ ഉമ്മയായിരുന്നു. ഭാനുവിന്റെ ഉമ്മ പറയാണ്, ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഭാനുവിനൊന്ന് ഫോൺ കൊടുക്കുമെന്ന്. എന്നാൽ അബ്ബാസിന്റെ ഉമ്മ ദേഷ്യത്തോടുകൂടി, അവളെ ഞാൻ ഈ ഒരു പടി ചവിട്ടിപ്പിക്കില്ലാന്നും നിങ്ങൾ ഇനി നിങ്ങളുടെ മകളെയും ചോദിച്ച് മേലാൽ ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറഞ്ഞ് ഫോൺ
ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവളുടെ ഉമ്മ വിളിച്ചിരുന്നത് അവളുടെ ബാപ്പയുടെ മരണ വാർത്ത പറയാനായിട്ടായിരുന്നു. ഇത്ര കാലം ഭാനുവിന്റെ ബാപ്പയാണ് അവൾക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നത്. ബാപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ ഭാനുവും ആകെ തകർന്നു പോകുന്നുണ്ട്. അവളുടെ ഹൃദയം നിന്നു പോയ ഫീൽ ആയിരുന്നു അവൾക്ക്. പള്ളിയിലെ ബാപ്പയുടെ ഖബർ അടക്കുന്ന സമയത്ത് അബ്ബാസ് അവിടേക്ക് വരുന്നുണ്ട്. തന്റെ മക്കളെല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് കണ്ട അബ്ബാസ് മൂത്ത മകനെ സമാധാനിപ്പിക്കാനായി തോളിൽ കൈ വെച്ചതും ദേഷ്യത്തോടുകൂടി ആ ഒരു മൂത്ത മകൻ അബ്ബാസിന്റെ കൈ തട്ടിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അബ്ബാസിനും വല്ലാത്ത വിഷമം തോന്നാണ്. അബ്ബാസ് നേരെ ഭാനുവിന്റെ അടുത്ത് ചെന്നിട്ട്, ഒരു വാപ്പയായ ഞാൻ ഏറ്റവും പരാജയപ്പെട്ട നിമിഷമാണ് ഇതെന്നും എന്റെ മകൻ എന്റെ കൈ തട്ടിയിട്ടോണ്ടാണ് അവിടെ നിന്ന് പോയത്, അവനക്ക് ഇത്രയും എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അബ്ബാസിന് ഇപ്പോ ഭാനുവിനോട് ഒരു ചെറിയ കരുണയും ദയവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനോടകം തന്നെ ഇവരുടെ ഈ ഒരു കേസ് വലിയൊരു വിപ്ലവം തന്നെ ആയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും വല്ലാത്ത ചർച്ചാ വിഷയമാക്കി എടുത്തേക്കാണ് ഇത്. ഇനി എങ്ങാനും അബ്ബാസ് ഭാനുവിന്റെ ആ ഒരു ആവശ്യം നിറവേറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അഭിമാനത്തിന് വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇപ്പൊ അബ്ബാസ് കോടതിയിൽ കേസ് വാദിക്കാനായിട്ട് പോവാണ്. അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് അബ്ബാസിന് ഭാനുവിനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അബ്ബാസും വാദിച്ച് അവസാനം ഈ ഒരു മെയിന്റനൻസ് ചാർജ് വെട്ടിക്കളയുന്ന രൂപത്തിൽ, വിധി വരുന്ന രൂപത്തിൽ എത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭാനു എഴുന്നേറ്റ് നിന്ന് പറയാണ്, ഞാൻ ഈ ഒരു കേസിന്റെ പിന്നാലെ വർഷങ്ങളായി നടക്കുന്നു. ഒരുപാട് പേരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് നിന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ അപമാനിച്ച് വിട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം ഞാൻ ഇത് ഉപേക്ഷിച്ചാലോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കേസ് നടത്തിയത്. എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. നാളെ മേലാക്ക 2 ആൺകുട്ടികൾ അവർ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്യാണെന്ന് വെച്ചാൽ എന്താണ് ചെയ്യാ? അതുപോലെ എനിക്കൊരു മകളുണ്ട്. അവളുടെ ഭർത്താവ് അവളോട് ഇങ്ങനെ ചെയ്താല് അവൾ അത് സഹിച്ചു നിൽക്കണോ? അതിനെല്ലാം ഒരു പാടായിട്ടാണ് ഞാൻ ഈ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് ഒരു പാഠം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിനൊരു നല്ല വിധി തന്നെ കിട്ടുമെന്ന് ഞാനും വിചാരിക്കുകയാണെന്ന് പറയാണ്. ഇത് കേട്ട ജഡ്ജും അവസാന വിധിയായി ഭാനുവിന് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതുന്നുണ്ട്. ഒറ്റക്ക് പോരാടി ആ ഒരു പെണ്ണ് അല്ല, ആ ഒരു പെൺപുലി അവളുടെ അവകാശം വാങ്ങിയെടുക്കുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാ.